നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ബ്രെഡും അതേപോലെ തന്നെ മുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ബ്രെഡ് ബോൾസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ബ്രെഡ് ബോൾസ് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെഡ് ബോൾസിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഇപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എഗ്ഗ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി, അതേപോലെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതേപോലെ ഒരു വലിയ പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വാട്ടിയെടുക്കണം. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ നമുക്ക് വാട്ടിയെടുക്കാം. സവാളയൊക്കെ നല്ല പോലെ വാടി വരുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തീ വളരെ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതില്ലെങ്കിൽ പൊടികൾ ഇടുന്ന വഴിക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മസാലപ്പൊടികളുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഗരം മസാലയും 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളകിൻ്റെ കൂടി എരിവിനനുസരിച്ച് വേണ്ട മുളക് പൊടിയുടെ അളവ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇത് നല്ല പോലെ പൊടികളുടെ പച്ചക്കുത്ത് മാറുന്നത് വരേക്കും മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ട് നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട പുഴുങ്ങാതെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല പോലെ പുഴുങ്ങിയിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഒരു 3 മുട്ടയാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഈ സമയം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ മസാലയൊക്കെ ആയിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ മുട്ട പുഴുങ്ങാതെയും നിങ്ങൾക്ക് ഇതിലേക്ക് വെറുതെ പൊട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ചിക്കി പൊരിച്ചെടുക്കുന്ന പോലെ എടുത്താലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെ നിങ്ങളുടെ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്കിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇതേപോലെ നമുക്ക് ഈ 4 സൈഡും ഈ ബ്രൗൺ കളറിലുള്ള സൈഡുകൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വേസ്റ്റാക്കി കളയേണ്ട ഈ സൈഡുകൾ നമുക്ക് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിത് ബ്രെഡ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ചതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡ് ഇങ്ങനെ വേസ്റ്റായി പോവില്ല. അതൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ബ്രെഡ് ക്രംസ് രൂപത്തിൽ എടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ 4 വശം എല്ലാ ബ്രെഡിൻ്റെയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രെഡ് ബോൾസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 സൈഡും കട്ട് ചെയ്ത് ബ്രെഡ് ജസ്റ്റ് ഒന്ന് നമ്മുടെ വെള്ളത്തിൽ 2 സൈഡൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഇടരുത് കേട്ടോ, കാരണം വെള്ളത്തിലിടുമ്പോൾ തന്നെ നമ്മുടെ ബ്രെഡ് സോഫ്റ്റായിട്ട് പോവും. അപ്പോൾ ഒരുപാട് നേരം ഇട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഇതേപോലെ അങ്ങ് പ്രസ് ചെയ്ത് കളയാട്ടോ. അപ്പോഴാണ് നമ്മൾ ബ്രെഡ് നല്ലപോലെ സോഫ്റ്റായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ കയ്യിൽ 2 കൈയും വെച്ചിട്ട് നല്ല പോലെ ഉള്ള ബ്രെഡിലുള്ള വെള്ളമൊക്കെ നമുക്ക് പ്രസ് ചെയ്തിട്ട് കളയാട്ടോ. അപ്പോൾ സൂക്ഷിച്ചിട്ട് ഇങ്ങനെ പതുക്കെ നമുക്ക് പ്രസ് ചെയ്ത് കളഞ്ഞെടുക്കാം വെള്ളം മൊത്തം. ഇപ്പോൾ ഇതാ നമ്മൾ ബ്രെഡിലുള്ള വെള്ളമൊക്കെ നല്ല പോലെ പ്രസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മുട്ടയുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക്
വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കൂടി പോവാതെ നമുക്കിത് റോൾ ചെയ്തെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം എല്ലാ ഭാഗത്തു നിന്നും ഇതേപോലെ അങ്ങ് കൂട്ടിയെടുത്തിട്ട് നമുക്ക് നല്ല പോലെ ബോളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഫില്ലിങ് ഒട്ടും പുറത്ത് വരാത്ത രീതിയിൽ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നല്ല പോലെ ഇത് ബോളായിട്ട് എടുക്കാം. കാരണം കുറച്ചൊക്കെ പുറത്ത് വന്നെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിതൊന്ന് ഞാൻ പറഞ്ഞില്ലേ കോട്ട് ചെയ്ത് എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഇത് നല്ല പോലെ ബോളാക്കി എടുക്കാം കേട്ടോ. ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. കാരണം നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ബ്രെഡ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കിട്ടുകയും ചെയ്യും കേട്ടോ. കണ്ടില്ലേ, എളുപ്പത്തിൽ കിട്ടി. നല്ല അടിപൊളിയായിട്ട് ബോളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാവരും ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബോൾസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട ഞാൻ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് ബോൾസ് ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് മുട്ടയിൽ നല്ല പോലെ ഇതേപോലെ മുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല പോലെ കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ല പോലെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നല്ല പോലെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നല്ല പോലെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ ബോൾസും കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഒക്കെ ഫില്ലിങ് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല പോലെ റെഡിയായി കിട്ടും. ഒട്ടും പുറത്ത് പോവാതെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും പുറത്ത് പോവാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ബോൾസും കോട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസിൽ. അപ്പോൾ ദാ എല്ലാ ബോൾസും ഞാനിവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഓയിൽ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇത് ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരേക്കും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്ത വഴിക്ക് നമ്മളിത് ഇതേപോലെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തിരിച്ചിടുന്ന സമയത്ത് ഈ ബ്രെഡ് ക്രംസ് വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓയിൽ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇത് ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരേക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഇത് നമുക്ക് കോരി മാറ്റാം. ഈ ഒരു കളറാവുന്നത് വരയ്ക്കും ഫ്രൈ ചെയ്താൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രെഡ്സും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാ ബോൾസും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എഗ്ഗാണല്ലോ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് ചിക്കനോ അതല്ലെങ്കിൽ മീനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫില്ലിംഗ് ആയിട്ട് വെക്കാം കേട്ടോ. അതേപോലെ തന്നെ സ്വീറ്റ് ആയിട്ടുള്ള നമ്മൾ പഴമൊക്കെ ജസ്റ്റ് ഒന്ന് തേങ്ങയൊക്കെ വെച്ചിട്ടൊന്ന് വിളയിച്ചതിന് ശേഷം വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ വെറൈറ്റി ആയിട്ട് ഫില്ലിങ് വെച്ചിട്ട് ട്രൈ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്